ഇന്നത്തെ യാത്ര തുമ്പൂർ മൊഴിയിലേക്കാണ്. തുമ്പൂർ മൊഴി ചാലക്കുടി ആനമല റോഡിലുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ചാലക്കുടി ടൗണിൽ നിന്നും ഏതാണ്ട് 21 കിലോമീറ്ററാണ് തുമ്പൂർ മൊഴിയിലേക്കുള്ള ദൂരം. തുമ്പൂർ മൊഴിയിലെ പ്രധാന കാഴ്ചകൾ ഒരു ബട്ടർഫ്ലൈ ഗാർഡനും പിന്നെ പുഴയുടെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജുമാണ്. ഹാങ്ങിങ് ബ്രിഡ്ജ് കയറി അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുക എറണാകുളം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള ഏഴാറ്റുമുഖം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് എത്തിപ്പെടുക. നല്ല സുഗമമായിട്ടുള്ള ഡ്രൈവാണ്. വാഹനങ്ങളൊക്കെ വളരെ കുറവ്. രണ്ട് വശവും നിറയെ മരങ്ങളൊക്കെ ആയിട്ട് കൂടുതലും പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ സ്ഥലങ്ങളാണ് കാണുന്നത്. ഇത്രയും പൊക്കി പിടിച്ചിട്ടുണ്ട്. നിറയെ വളവും തിരിവും. വളരെ വിജനമായിട്ടുള്ള റോഡ് തന്നെയാണെന്ന് പറയാം. ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ വളരെ സുഖമാണ്. കുട്ടൂസാണ് ഇന്നത്തെ ഡ്രൈവർ. ദൂരെയായിട്ട് വലിയ മലനിരകളൊക്കെ കാണുന്നുണ്ട്. ഈ റൂട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിരപ്പള്ളി, വാഴച്ചാൽ, അത് കഴിഞ്ഞിട്ട് ഷോളയാർ കൂടി മലക്കപ്പാറയൊക്കെ പോകുന്ന വഴിയാണ്. തുമ്പൂർ മൊഴി ഗാർഡൻസിലെത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ. സന്ദർശകരൊക്കെ വളരെ കുറവാണ് ഇവിടെ. വേനൽക്കാലമായതുകൊണ്ട് ബട്ടർഫ്ലൈസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് കാണുന്നില്ല. ഇതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണമായിട്ടുള്ള ഹാങ്ങിങ് ബ്രിഡ്ജ്. ഈ പുഴ വളരെ പറ്റി വരണ്ട് അങ്ങനെ കിടക്കുകയാണ്. വെള്ളം ഒഴുക്കൊന്നും കാര്യമായിട്ടില്ല തന്നെ. പാറകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, വെള്ളമൊക്കെ ഒഴുകി ഒഴുകി ഇങ്ങനെ വല്ലാതെ തേഞ്ഞ് പ്രത്യേക ഡിസൈനിലൊക്കെയാണ് പാറകളൊക്കെ കാണുന്നത്. താഴെയായിട്ട് എന്തോ തടയണ പോലെയുള്ളൊരു കൺസ്ട്രക്ഷനൊക്കെ കാണുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? എന്തെങ്കിലും ഇറിഗേഷൻ പർപ്പസ് ആണോ എന്താണെന്നൊന്നും അറിയില്ല. ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ നീളം 184 മീറ്ററാണ്. ഏതാണ്ട് 1.5 മീറ്ററോളം വീതിയുണ്ട് ഇതിന്. വീഡിയോ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയെയും എറണാകുളം ജില്ലയിലെ ഏഴാറ്റുമുഖം എന്ന് പറയുന്ന വേറൊരു ടൂറിസ്റ്റ് സെൻറ്ററിനെയും കണക്ട് ചെയ്തുകൊണ്ട് പുഴയുടെ കുറുകി നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ്.